ബലഹീനത ഒരു കരുത്താണ്. നിങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ കൂടുതൽ മനുഷ്യത്വമുള്ള ആളാണെന്ന്. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി. ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. വളരെ സെൻസിറ്റീവാണ്, വളരെ പെട്ടെന്ന് ഇമോഷണൽ ആകും, ഭയങ്കര പ്രയാസമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിരിക്കും. അതിലൊന്ന്, പോത്തിൻ്റെ കാതിൽ വേദമോതാതിരിക്കുക എന്നുള്ളത്. അതായത് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് കാണുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പാണ്ഡിത്യം വിളമ്പിയിട്ട് യാതൊരു കാര്യമില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, പാത്രം അറിഞ്ഞ് വിളമ്പാൻ പഠിക്കുക എന്നുള്ളതാണ്. കഞ്ഞിയും ചമ്മന്തിയും വേണ്ടിടത്ത് പാൽപ്പായസം വിളമ്പാതിരിക്കുക. അതുപോലെ തന്നെ പാൽപ്പായസം ആഗ്രഹിക്കുന്നിടത്ത് കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കാതിരിക്കുക. ഈ ഒരു വേർതിരിവ് പഠിച്ചെടുക്കുക. അടുത്തത്, ബലഹീനത, ലേൺ അബൌട്ട് യുവർ വൾണറബിലിറ്റി. നിങ്ങളുടെ വൾണറബിലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിലയില്ലാത്തിടത്ത്, നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്തിടത്ത്, നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലാത്തിടത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അതേസമയം ബലഹീനതയെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക, ഹീലിംഗ് എടുക്കുക, ഓവർകം ചെയ്യുക, ബിൽഡ് യുവർ സെൽഫ് ആൻഡ് ഫ്ലറിഷ്. ഇത്രയും കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ മുത്താണ്, മുത്ത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കും. വികാരജീവികളെന്ന് സ്വയം വിലപിക്കാതെ, ഒന്നും താങ്ങാൻ ശേഷിയില്ല എന്ന് സ്വയം പരിതപിക്കാതെ ഹീലിംഗ് എടുത്ത് മുന്നോട്ട് പോവുക. സന്തോഷത്തോടുകൂടി, ശക്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കും. സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.